സൈന്യങ്ങളിൻ ദൈവം നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗം ഭൂമി എങ്ങും നിൻ മഹത്വം തിങ്ങും. ഭാഗ്യതൃത്വമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഒരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കുകയില്ല. നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കേണ്ടതിന് ദൈവം നിങ്ങളെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ സമ്പൂർണമായ സുരക്ഷിതത്വം നൽകി പരിപാലിച്ചു വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പരിശുദ്ധ ദിനം കൂടെ കാണുവാൻ അടിയങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുമ്പോഴും സ്വർഗീയമായ സാന്നിധ്യം ജീവിതത്തിലുടനീളം അനുഭവിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകളെല്ലാം മാറ്റണമേ. ജീവിതത്തിൽ ആവശ്യമായ ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു, എല്ലാ വീട്ടുകളെയും ഓർക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആരാധന ആരംഭിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിൽ മൂന്നാമത്തെ ഗീതം നമുക്ക് കൊയറിനോട് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതത്തിൽ മൂന്നാമത്തെ ഗീതം നമുക്ക് കൊയറിനോട് ചേർന്ന് പാടാം. സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതി രക്ഷിതാവേ നമസ്കാരം. ധരതന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. ധരതന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധ ആത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം. അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ത്രിത്തൊഴിലുള്ളോ നമസ്കാരം, പ്രിയനാഥ നമസ്കാരം. കർത്താതി കർത്താ കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താതി കർത്താ കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ
നമസ്കാരം. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കും ഉന്നതനായി നമ്മോടൊപ്പം ജീവിച്ചു വാഴുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നാം ആരാധിക്കുന്ന ദൈവം എത്രയോ കരുണയുള്ള ദൈവമാണ്, ആശ്വാസം നൽകുന്ന ദൈവമാണ്, സൗഖ്യം നൽകുന്ന ദൈവമാണ്, സുരക്ഷിതത്വം നൽകുന്ന ദൈവമാണ്, കൈവിടാത്ത ദൈവമാണ്, ഉപേക്ഷിക്കാത്ത ദൈവമാണ്, നമ്മുടെ ജീവിതങ്ങളെ മാറോട് അണയ്ക്കുന്ന ദൈവമാണ്. ആ മഹോന്നതനായ ദൈവത്തെ എത്ര തന്നെ സ്തുതിച്ചാലും മതി വരില്ല, സ്തോത്രം ചെയ്താലും മതി വരില്ല. ആ കർത്താവിൽ നിന്നും ഒരുപാട് നന്മകൾ അനുഭവിച്ച നമ്മുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ ദൈവസന്നിധി വിട്ട് അകന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ദൈവസന്നിധി നമുക്ക് ഉണരാം. കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ, ദൈവസന്നിധി വിട്ട് അകന്നുപോയ അനുഭവങ്ങൾ, പശ്ചാത്താപ ഹൃദയത്തോടെ, കുറ്റബോധത്തോടെ, പാപബോധത്തോടെ, കർത്താവേ, അങ്ങയുടെ മകനെന്ന പേരിന് ഞാൻ യോഗ്യത ഉള്ളവനല്ല, അങ്ങയുടെ മകളെന്ന പേരിന് യോഗ്യത ഉള്ളവളല്ല, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് അങ്ങയുടെ മകനായി മകളായി എന്നെ സ്വീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു എങ്കിൽ നമ്മെ കേൾപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ഒരു മനുഷ്യൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രമാത്രം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ജീവിത പ്രതിസന്ധിയുടെ മുൻപിലും തളർന്നു പോകാതെ, വീണു പോകാതെ, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തമാക്കിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധനക്രമം പതിനെട്ടാം സ്തോത്ര പ്രാർത്ഥനയിൽ സഭയായി നമുക്ക് പങ്കുചേരാം. ആരാധനക്രമം 18 കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 14 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സങ്കീർത്തനങ്ങൾ 14. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവൻ്റെ സങ്കേതം ആകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്ങൾ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ വായിക്കേണ്ടതായ സുവിശേഷ വേദഭാഗം നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നത് ആയിരിക്കും. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമന്ന് ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഈ വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം പുറം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകൾ മടക്കാം. ദൈവമുഖത്തേക്ക് നോക്കി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം, പ്രാർത്ഥിക്കാം. കണ്ടാലും ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം നമ്മോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവിൻ്റെ പാദപിടത്തെങ്കിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഇത്രമാത്രം അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തിൻ്റെ പാദപിടത്തെങ്കിൽ ഒരിക്കൽ കൂടെ ആയിരുന്നുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. പ്രിയരേ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് പ്രതിസന്ധിയുടെ മുൻപിലാണ്, വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെ മുൻപിലാണ്. എങ്കിലും നമുക്ക് വേണ്ടുന്നതായ സുരക്ഷിതത്വം നൽകുന്ന ഒരു ദൈവം കൂടെയുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പൊന്നോമന മക്കളെയും
ജീവിതത്തിലെ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, ദൈവ കൃപയാൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനായ ഒരു ദൈവം, നിലവിളിക്കുന്നവൻ്റെ അപേക്ഷ കേൾക്കുന്നവനായ ദൈവം, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഇന്നും ജീവിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. നമ്മോട് കൂടെയിരിക്കുന്ന, വേദനയിൽ നമുക്ക് ആശ്വാസം തരുന്ന, രോഗത്തിൻ്റെ മുൻപിൽ സൗഖ്യം തരുന്ന, തളരുന്ന നിമിഷങ്ങളിൽ താങ്ങുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, മാറോടണയ്ക്കുന്ന കർത്താവിനോടൊപ്പമായിരിക്കുമ്പോൾ നമ്മെ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് മാനവരാശി അഭിമുഖീകരിക്കുന്ന COVID-19 എന്ന പകർച്ചവ്യാധിയിൽ നിന്ന് ലോക ജനതയെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ദേശത്തിലെ കുടുംബങ്ങളെ, ആലയത്തിലെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എത്രയും വേഗം പകർച്ചവ്യാധികളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുവാൻ, നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗമില്ലായ്മ ചെയ്യുവാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായി, ഡോക്ടേഴ്സുമാർക്കായി, നേഴ്സുമാർക്കായി, ആരോഗ്യ പ്രവർത്തകർക്കായി, മറ്റ് സംഘടനാ പ്രവർത്തകർക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. രോഗത്താൽ കഷ്ടപ്പെടുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ ആലയത്തിലുണ്ട്. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ഒന്ന് ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെടുന്ന, അസ്വസ്ഥമായിരിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ ആലയത്തിലുണ്ട്. അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ചൊല്ലി കരയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. കുടുംബത്തെ ഓർത്ത് കരയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് പ്രശ്നത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ വിടുതലിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കായും ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ ജീവിപ്പാൻ എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൂലിപ്പണികൾ ചെയ്ത് ജീവിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പപ്പട നിർമ്മാണ തൊഴിലുകൾ ചെയ്ത്, പാചകത്തൊഴിലുകൾ ചെയ്ത്, മരപ്പണി തൊഴിലുകൾ ചെയ്ത്, വാഹനങ്ങൾ ഓടിച്ച് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയ മക്കൾക്കായും ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കോഴി ഫാം നടത്തി, നാൽക്കാലികളെ വളർത്തി, വ്യാപാരങ്ങൾ ചെയ്ത്, കൃഷിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ, പട്ടാള സേവനത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയമക്കളുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. മാനസികമായ പിരിമുറുക്കങ്ങളാൽ, പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അനാഥരായി, വിധവമാരായി കഴിയുന്ന, ആരും സഹായിപ്പാനില്ലാതിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ശ്വാസമുട്ടലിൻ്റെ പ്രയാസത്താൽ, നെഞ്ചിൻ്റെ വേദനയാൽ, ഉദരസംബന്ധമായ രോഗങ്ങളാൽ, നിരന്തരമായ തലവേദനയുടെ പ്രയാസങ്ങളാൽ, നട്ടെല്ലിൻ്റെ വേദനയാൽ, പുറത്തു പോലും പറയുവാൻ മടിക്കുന്ന വ്യത്യസ്തമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളുടെ സൗഖ്യത്തിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം.
നമ്മുടെ പൊന്നോമന മക്കളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുമക്കൾക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികളൊന്നും പിടിപെടാതെ കുഞ്ഞുമക്കളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ക്ലാസ്സുകൾ വരെ പഠിക്കുന്ന മക്കളുണ്ട്. ഡിഗ്രി ക്ലാസ്സുകളിൽ മെഡിസിന്, എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കാം. ഒരുപാട് പഠിച്ചു, ടെസ്റ്റുകൾ കഴിഞ്ഞു, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തു കഴിയുന്ന മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപജീവനത്തിൻ്റെ വഴികളെ ദൈവം തുറന്നു കൊടുത്ത് അവിടെ നിരാശകളും ഭാരങ്ങളും എല്ലാം മാറ്റണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മകന്, എൻ്റെ മകൾക്കൊരു വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മക്കൾക്ക് തക്കതായ തുണകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗർഭിണികളായി കഴിയുന്ന സഹോദരിമാർക്കായി പ്രാർത്ഥിക്കാം. പ്രസവാനന്തരം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലമുറകളില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ ബിഷപ്പ് തിരുമേനിക്കായി, മഹായിടവയ്ക്കായി, പ്രവർത്തനങ്ങൾക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. വന്യച്ഛന്മാർക്കായി, സുവിശേഷകന്മാർക്കായി, മിഷണറിമാർക്കായി, കഷ്ടപ്പെടുന്ന പ്രിയ മക്കൾക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ചർച്ച് സെക്രട്ടറിക്കായി, കമ്മിറ്റികൾക്കായി, സംഘടനാ ഭാരവാഹികൾക്കായി, കപ്പ്യാരുടെ കുടുംബത്തിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആരാധന ക്രമീകരണങ്ങൾ ചെയ്യുന്ന അനീഷിനായി, കുടുംബത്തിനായി, എൻ്റെ മാതാപിതാക്കൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കഷ്ടതയുടെ മുൻപിൽ, വേദനയുടെ മുൻപിൽ, ഭാരത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കടഭാരത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഭാരങ്ങളെ വഹിക്കുന്ന ഒരു ദൈവം, ആകുലതകളെ മാറ്റുന്ന ഒരു ദൈവം, ആശ്വാസം തരുന്ന ഒരു ദൈവം, വേദനകളെ മാറ്റുന്ന ഒരു ദൈവം, ധൈര്യം നൽകുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, മാറോടണയ്ക്കുന്ന ഒരു ദൈവം, ഒറ്റപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും വേദനകളെയും ഭാരങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസം അവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസം അവനെനിക്കേകിടുന്നു. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും ഞങ്ങളുടെ ജീവിതങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തിപ്പോരുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആകുലത നിറഞ്ഞ നിമിഷങ്ങളിൽ, ഭാരങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിൽ, വേദനകൾ നിറഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകിക്കൊണ്ട്, ഞങ്ങൾക്ക് ധൈര്യം പകർന്നു നൽകിക്കൊണ്ട്, ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി, മകനെ മകളെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നതായ സാന്ത്വനത്തിൻ്റെയും ധൈര്യപ്പെടുത്തുന്നതുമായ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപിടത്തിങ്കിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കിയിരിക്കുമ്പോൾ
അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം പ്രതിസന്ധിയുടെ മുൻപിലും തളർന്നു പോകാതെ വണ്ണം, പതറിപ്പോകാതെ വണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ കരം പിടിച്ചു നടത്തുന്ന കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ. നാഥ, ഞങ്ങളായിരിക്കുന്ന പ്രതികൂലം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളെ അങ്ങ് കാണുന്നുവല്ലോ ദൈവമേ. പകർച്ചവ്യാധിയാൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ താഴ്വരകളില്ല, നിരാശയുടെ താഴ്വരയില്ല, കണ്ണുനീരിൻ്റെ താഴ്വരയില്ല, ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ മണ്ണത്തിന് ഏൽപ്പിച്ചിട്ട് നിസ്സഹായതയോടുകൂടെ ആയിരിക്കുന്ന അനേക ആയിരങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവരെക്കാൾ ഞങ്ങൾ ഒട്ടും നല്ലവരല്ല കർത്താവേ. ഇപ്രകാരം വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, നിലവിളിക്കുന്ന ജീവിതങ്ങളുടെ ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ, ഒരു നിമിഷം അടിയങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല ഈ ലോകത്തിൽ അടിയങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, അടിയങ്ങളെയും കുടുംബത്തെയും പൊന്നോമന മക്കളെയും ദൈവം കരുതുന്ന കൃപകൾക്കായി സ്തോത്രം, സംരക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, മാറോട് അണയ്ക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാഥ, ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരുകളെ അങ്ങ് തുടയ്ക്കുമല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കുമല്ലോ കർത്താവേ. ഞങ്ങളുടേതായ വേദനയ്ക്ക് ആശ്വാസം അങ്ങ് നൽകുന്നവനായി കൂടെയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, COVID-19 എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ മാനവരാശിയിൽ നിന്ന് എത്രയും വേഗം പകർച്ചവ്യാധി ഉന്മൂലനം ചെയ്യപ്പെടുവാൻ, നിർമാർജനം ചെയ്യപ്പെടുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗം തടയുവാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്നദ്ധ സംഘടനയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ദേശത്തിലും ഞങ്ങളുടെ ആലയത്തിലും രോഗത്താൽ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ക്ഷീണത്താൽ, അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന മക്കളോട് മനസ്സലിയണമേ. അങ്ങയുടെ വചനം അയച്ച് അവർക്ക് ആശ്വാസം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, എഴുന്നേൽപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബങ്ങളെ പുലർത്തുന്ന പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവേ, പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ ജീവിപ്പാൻ ഓരോ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ തൊഴിലുകളെയും ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണം കർത്താവേ. ഈ നാളുകളിൽ മാനസികമായ പിരിമുറുക്കത്താൽ, കടഭാരങ്ങളാൽ കർത്താവെ മുരടിച്ച അവസ്ഥയിൽ എന്തിന് ഇനി ഈ ജീവിതമെന്ന് പോലും ചോദിച്ചു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് കർത്താവേ. അവരോട് അങ്ങ് മനസ്സലിയണമേ, ആശ്വാസം കൊടുക്കണമേ, ധൈര്യപ്പെടുത്തണമേ, കരം പിടിച്ചു വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അനാഥരായി വിധവമാരായി കഴിയുന്ന വത്സല്യ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു, ഒറ്റയ്ക്ക് കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് പല തരത്തിലുള്ള രോഗങ്ങളാൽ, ശ്വാസമുട്ടൻ്റെ പ്രയാസത്താൽ, ചുമയുടെ പ്രയാസത്താൽ, നെഞ്ചിൻ്റെ വേദനയാൽ, ഉദരസംബന്ധമായ രോഗങ്ങളാൽ, തലവേദനയുടെ പ്രയാസങ്ങളാൽ, പുറത്തു പോലും പറയുവാൻ മടിക്കുന്ന രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അങ്ങയുടെ വചനമയച്ച ആശ്വാസവും സൗഖ്യം കൊടുത്ത് ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പൊന്നോമന മക്കളെ സമർപ്പിക്കട്ടെ. ഈ നാളുകളിൽ മക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ക്ലാസ്സുകൾ വരെയും പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞു മക്കളെ കാത്തുകൊള്ളണമേ. കർത്താവെ, അലസതയില്ലാതെ പഠിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പഠിച്ചു, ടെസ്റ്റുകൾ കഴിഞ്ഞു, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഉപജീവനത്തിൻ്റെ വഴികളെ തുറന്നുകൊടുത്ത് അവരുടെ ഭാവി ജീവിതങ്ങളെ ധന്യമാക്കണമേ. നാഥാ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഒരു വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. തക്കതായ തുണകളെ നൽകി മക്കളുടെ ഭാവി ജീവിതങ്ങളെ ധന്യമാക്കണമേ. വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. എല്ലാം സ്വന്തമായി ഉചിതമായി നടത്തപ്പെടുവാൻ സഹായിക്കണമേ. ഗർഭിണികളായി കഴിയുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭഫലത്തെ അനുഗ്രഹിച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തു സൂക്ഷിക്കണമേ. പ്രസവാനന്തരമായിരിക്കുന്ന അമ്മമാരെ ഞങ്ങൾ ഓർക്കുന്നു, കുഞ്ഞുമക്കളെ ഓർക്കുന്നു. യാതൊരു ദുരിതങ്ങളും വരാതെ അവരെ കാത്തു സൂക്ഷിക്കണമേ കർത്താവേ. തലമുറകളില്ലാതെ നിരാശപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവ് അവരുടെ കണ്ണുനീരുകളെ തുടച്ച് കർത്താവേ, ജീവിതങ്ങളെ നിറവാക്കി മാറ്റണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട, നിരാശയുടെ മുൻപിൽ, കണ്ണുനീരിൻ്റെ മുൻപിൽ, കടഭാരത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ചർച്ച് സെക്രട്ടറിക്കായി, കമ്മിറ്റി അംഗങ്ങൾക്കായി, സംഘടനാ ഭാരവാഹികൾക്കായി, കർത്താവേ, നാഥ അനീഷിനായി, കുടുംബത്തിനായി, നാഥ ജോലിനായി, കർത്താവെ ആരാധനയുടെ ക്രമീകരണങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിയെയും മഹായിടവക പ്രവർത്തനങ്ങളെല്ലാം ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, മിഷൻ ഫീൽഡുകളിലായിരിക്കുന്ന മിഷണറിമാരെ ഓർക്കുന്നു. കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഒരുപാട് മിഷണറിമാരുണ്ട്. അവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ വേലകളെ മാനിക്കണമേ, എല്ലാ പ്രതികൂലത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സമാധാനം പകർന്ന് ലഭ്യമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ധൈര്യം പകർന്ന് ലഭ്യമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇരിക്കണം. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. വേണ്ടുന്ന സുരക്ഷിതത്വം എല്ലാവർക്കും നൽകി കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിച്ചു വാഴുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പരസ്യമായി അറിയിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ നമ്മുടെ ചർച്ച് കമ്മിറ്റിയുടേതായ താല്പര്യപ്രകാരം എല്ലാ കുടുംബങ്ങൾക്കും പച്ചക്കറി നൽകുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമായി തീർന്നു. അത് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ചർച്ച് സെക്രട്ടറിയോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ളതായ നന്ദിയും സന്തോഷവും സഭയിലെ എല്ലാ കുടുംബങ്ങളുടെ പേരിലും പ്രത്യേകം അറിയിക്കട്ടെ. പ്രത്യേകാൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമുണ്ടാകുന്നത് വരെ ഓൺലൈൻ ആരാധന തന്നെ ആയിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാവരും ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുക. ഓൺലൈൻ ആരാധനയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്ന ചർച്ച് സെക്രട്ടറിയോടും കമ്മിറ്റികളോടും അനീഷിനോടുമുള്ളതായ നന്ദി പ്രത്യേകാൽ അറിയിക്കട്ടെ. ഒരു വിവാഹ പരസ്യം നെല്ലിക്കാക്കുഴി ഡിസ്ട്രിക്റ്റിൽ കുഴിവിള സഭയിൽ ബി സനൽകുമാർ മകൻ SR അജീം, ചെമ്പൂർ ഡിസ്ട്രിക്റ്റിൽ പ്ലാമ്പടിഞ്ഞ് സഭയിൽ ക്രിസ്തുദാസ് മകൾ
അജീനയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹ നിയമവിരുദ്ധമാണെന്നോ വേദവിരുദ്ധമാണെന്നോ ആർക്കെങ്കിലും സകാരണം തെളിയിക്കാമെങ്കിൽ ഈ വിവരം ഇന്നു മുതൽ ഒരാഴ്ചയ്ക്കകം ചെയർമാനെ അറിയിക്കേണ്ടതാണ്. ഇത് ഒന്നാമത്തെ പരസ്യമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ, അങ്ങയുടെ ജീവന്റെ വചനങ്ങളെ കേൾക്കുവാൻ ബലഹീനരായ അടിയങ്ങൾ കാതോർക്കുകയാണ്. ജീവന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ബലഹീനപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്താൽ ധൈര്യപ്പെടുവാനും ജീവിതത്തെ സധൈര്യം നേരിട്ട് പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകുവാനും അടിയങ്ങളെ സഹായിക്കണമേ. ഈ ജീവന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും ധൈര്യവും പകർന്നു നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കേൾക്കുന്ന എല്ലാ മക്കൾക്കും ദൈവവചനം ആശ്വാസമായി തീരട്ടെ, സൗഖ്യത്തിന് ഇടയായി തീരട്ടെ, അനുഗ്രഹത്തിന് ഇടയായി തീരട്ടെ, പാപബോധത്തിന് ഇടയായി തീരട്ടെ. സംസാരിക്കുന്ന ഏഴടിയനെയും കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും ഒരുമിച്ച് ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം സൃഷ്ടി ദൈവ മഹത്വം പ്രഘോഷിക്കുന്നു എന്നതാണ്. പരിസ്ഥിതി ഞായറാഴ്ചയായി ഇന്നേ ദിവസം നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിനമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അത് മാനവരാശിയുടെ അനുഗ്രഹത്തിനും നിലനിൽപ്പിനുമായി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് ഒരു ക്രമമുണ്ട്, ഒരു താളമുണ്ട്, ഒരു പരിശുദ്ധിയുണ്ട്. നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായത് ഈ പ്രപഞ്ചത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ചൂഷണം ചെയ്യുവാൻ പാടില്ല, അപഹരിക്കുവാൻ പാടില്ല, നശിപ്പിക്കുവാൻ പാടില്ല. നിലനിർത്തുവാനും മനുഷ്യന് കഴിയേണ്ടത് ആവശ്യമാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന വചനം നാം ഓർക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചു പോകുന്നത് സമസൃഷ്ടങ്ങളെ മാത്രമെന്നാണ്. അല്ല, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെയും നമ്മുടെ നല്ല അയൽക്കാരായി കാണുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രകൃതിയുമായി സൗഹൃദമായി ജീവിക്കുവാൻ, പ്രകൃതിയുടെ നിലനിൽപ്പിന് വിഘാതമുണ്ടാകാത്ത തരത്തിൽ അതിനെ നിലനിർത്തുവാൻ വേണ്ടുന്ന പരിശ്രമവും മനസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 6 ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവം അനുദപിച്ചത് എന്ന്.
കാരണം നിലനിർത്തുവാനും വരും തലമുറകൾക്ക് കൈമാറുവാനും കടമപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മിലെ ചൂഷണ സ്വഭാവം, നശിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സ്വഭാവം, ആർത്തി നിറഞ്ഞ സ്വഭാവം, ഇതൊക്കെ മനുഷ്യരിൽ കാണുമ്പോഴാണ് ദൈവം ദുഃഖിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 19-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഭൂമി അതിൻ്റെ ഫലം മാനവരാശിക്ക് തരും, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി അതിൽ സുരക്ഷിതരായി വസിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ദൈവം നമുക്ക് നൽകിയ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ തൃപ്തിയും നമ്മുടെ സുരക്ഷിതത്വവുമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സംസ്കാര സമ്പന്നത കൊണ്ടോ ആധുനികത നമ്മെ ഉപദേശിക്കുന്നത് കൊണ്ടോ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് കൊണ്ടോ മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ നശിപ്പിക്കുന്നവരായി തീരുകയാണ്. പക്ഷേ നശിപ്പിക്കുവാനല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകൃതിയെ പരിപോഷിപ്പിക്കപ്പെടുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ സംരക്ഷകർ മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥത ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. പക്ഷേ സംരക്ഷിക്കേണ്ട സ്ഥാനത്തിൽ ഞാനും നിങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവരായി മാറുമ്പോൾ, ആർത്തി നിറഞ്ഞ സംസ്കാരത്തിന് അടിമപ്പെട്ടവരായി തീരുമ്പോൾ, കാറ്റ് ചുഴലിക്കാറ്റായി മാറുകയാണ്. വെള്ളം നമ്മുടെ ജീവിതത്തിൽ അത് വെള്ളപ്പൊക്കമായി തീരുകയാണ്. കാറ്റ് നമുക്ക് ആവശ്യമാണ്, വെള്ളം നമുക്ക് ആവശ്യമാണ്. പക്ഷേ കാറ്റ് ചുഴലിക്കാറ്റായാൽ അത് നമുക്ക് പ്രതികൂലമായി ഭവിക്കും. വെള്ളം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് വെള്ളപ്പൊക്കമുണ്ടായാൽ അത് നമുക്ക് പ്രതികൂലമായി ഭവിക്കും. ഇത് ദൈവത്തിന് വിരോധമായി നാം പ്രകൃതിയോട്, പ്രപഞ്ചത്തിന് വിരോധമായി ചെയ്യുന്നതിന് നാം അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. പ്രകൃതിയുടെ താളം തെറ്റലിന്, അതിൻ്റെ ക്രമം തെറ്റലിന്, അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. പ്രിയരെ, നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ട് പടകിൽ കയറുകയാണ്. യേശു പറയുന്നു, നമുക്ക് അക്കരയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. ഒരു സ്ഥാനത്ത് നിന്നും ഇക്കരെ നിന്ന് അക്കരയിലേക്കുള്ള യാത്ര. മനുഷ്യന്റെ ആത്മീക ജീവിതം ഈ ലോക ജീവിതത്തിൽ നിന്നും സ്വർഗീയമായ അക്കര നാട്ടിലേക്കുള്ള ജീവിത യാത്രയാണ്. ഇതിൻ്റെ മധ്യേ നാം അഭിമുഖീകരിക്കാവുന്ന ചില പ്രശ്നങ്ങളെ ഈ ഭാഗത്തിൽ വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ശിഷ്യന്മാരുമായി യേശു പടകിൽ കയറുമ്പോൾ പടകിനെ നയിക്കുന്നത് യേശു അല്ല, ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ
വെള്ളത്തിൻ്റെ അവർ യാത്ര ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്നവരാണ് ശിഷ്യന്മാർ. പടകിനെ നയിച്ച് നല്ല തഴക്കവും പഴക്കവുമുള്ളവരാണ്. ഞങ്ങൾ കഴിവുള്ളവരാണ്, ഞങ്ങൾ പ്രാപ്തരാണ് എന്ന അഹങ്കാരവും അവർക്കുണ്ട്. അതുകൊണ്ട് പടകിലായിരുന്നു കൊണ്ട് യേശു ഉറങ്ങിയാലും കുഴപ്പമില്ല, ഞങ്ങൾ കഴിവുള്ളവരാണെന്ന അഹങ്കാരം അവരുടെ മനസ്സിലുണ്ട്. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന പടകുകളിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരറ്റത്ത് ഇരുന്നാലും മതി, കർത്താവ് ഒരറ്റത്ത് മതി. പക്ഷേ എനിക്ക് കഴിവുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട് എന്ന അഹങ്കാരം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രകളെ ദുസ്സഹമാക്കി മാറ്റുമെന്ന കാര്യം മറന്നു പോകരുത്. യേശു പടകിൻ്റെ ഒരു ഭാഗത്തിൽ ഉറങ്ങുകയാണ്. കഴിവുള്ളവരെന്നും പ്രാപ്തരെന്നും ചിന്തിച്ച അഹങ്കാരികളായിരുന്ന ശിഷ്യന്മാരുടെ ഈ യാത്രയുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചുഴലിക്കാറ്റും വെള്ളത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അഞ്ഞടിക്കുകയാണ്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവരുടെ കഴിവും പ്രാപ്തിയും അഹങ്കാരത്തിനൊത്തവണ്ണം അവർ പ്രയോഗിച്ചു. പക്ഷേ ആ അഞ്ഞടിച്ച കാറ്റിനെയും അഞ്ഞടിച്ചതായ പേമാരിയെയും അതിജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഈ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ സംഭവ വികാസത്തിൻ്റെ മുൻപിൽ ശിഷ്യന്മാരുടെ കാലുകൾ ഇടറുകയാണ്, കഴിവുകൾ തളടിയായി പോവുകയാണ്, മരണത്തിൻ്റെ താഴ്വരയിലേക്ക് എത്തിച്ചേരുകയാണ്, നിലവിളിയുടെ അവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന നയിക്കപ്പെടുന്ന ജീവിതമാകുന്ന പടകിൽ എപ്പോഴൊന്നില്ലാതെ കാറ്റും ഗോളും മഹാമാരികളും ആഞ്ഞടിക്കും എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം വർദ്ധിക്കുകയല്ല, അഹങ്കാരം വെടിഞ്ഞ് ഈ ഭാഗത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 24 വാക്യത്തിൽ പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു എന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ. പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടേതായ കഴിവിൽ അവരാശ്രയിച്ചു. ദൈവമില്ല എങ്കിലും, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിലും പണവും പ്രതാപവും കൊണ്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ലോകം ഇതേ പ്രാണഭയത്തിൽ ആയിരിക്കുകയാണ്. അഞ്ഞടിക്കുന്നതായ COVID-19 എന്ന മഹാമാരിയാൽ ഇന്ന് ലോകം മുഴുവനും ഇന്ന് പ്രാണഭയത്തിലാണ്. ശരിയല്ലേ? പ്രാണഭയത്തിലാണ്. നാം എല്ലാവരും പ്രാണഭയത്തിലാണ്. അടുത്ത ഭാഗമാണ് പ്രധാനം. പ്രാണഭയത്തിലായി അടുക്കേ ചെന്നു. ആരുടെ അടുക്കൽ? യേശുവിൻ്റെ അടുക്കേ ചെന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, ഒരു പടകിലാണ് ശിഷ്യന്മാരും യേശുവും സഞ്ചരിക്കുന്നതായെങ്കിലും യേശുവിൽ നിന്നും ഈ ശിഷ്യന്മാർ സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, കഴിവിൻ്റെ ഒക്കെ മുന്നിൽ യേശുവിൽ നിന്നും ഒരുപാട് അകന്നുപോയി എന്നതാണ്. പ്രാണഭയത്തിലായപ്പോൾ യേശുവിൻ്റെ അടുക്കേ ചെന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴാണ് യേശുവിൻ്റെ അടുക്കേ ചെല്ലണം എന്ന ചിന്ത അവർക്കുണ്ടായത്. ഈ മഹാമാരിയുടെ ഈ മുൻപിൽ ഞാനും നിങ്ങളും പ്രാണഭയത്തിലായിരിക്കുമ്പോൾ കർത്താവിൽ നിന്നും നാം അകന്നു പോകുന്നവരായിട്ടല്ല, കർത്താവിലേക്ക് മടങ്ങി ചെല്ലുവാൻ, അടുക്കി ചെല്ലുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്
ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്ന കാര്യം മറക്കരുത്. ഒരു നിമിഷം ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്, ഞാൻ കർത്താവിൻ്റെ അടുക്കലാണോ കർത്താവിൽ നിന്നും അകലങ്ങളിലാണോ? നമുക്ക് പല വിധത്തിലുള്ള പണവും പ്രതാപങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ കർത്താവിൽ നിന്നും അകന്നു പോകുന്ന സമൂഹമായി മാറുകയാണ്. കർത്താവിൽ നിന്നും അകന്നു പോകുന്ന ക്രൈസ്തവ ജീവിതമാണ് എങ്കിൽ ഞാനും നിങ്ങളും പ്രാണഭയത്തിലായിത്തീരും. അതാണെന്ന് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഞാൻ കർത്താവിൻ്റെ അടുക്കലാണോ? ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം. ഞാൻ കർത്താവിൻ്റെ അടുക്കലാണോ? കർത്താവിൽ നിന്നും അകലങ്ങളിലാണോ? മനസ്സുകൊണ്ട്, ജീവിതം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് കർത്താവിൻ്റെ അടുക്കലെന്ന് പറഞ്ഞിട്ട് അകലങ്ങളിലായി പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. അതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പടകിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ കർത്താവിൽ നിന്ന് ഒരുപാട് അകന്നാ കഴിയുന്നത്. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൽ നിന്നും അവർ അകന്നു. അടുക്കെ, യേശുവിൻ്റെ അടുക്കെ വീണ്ടും ചെല്ലുകയാണ്. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. കർത്താവിൻ്റെ അടുക്കെ മടങ്ങിച്ചെല്ലുവാൻ തയ്യാറായ, അവിടെ അഹങ്കാരം വെടിഞ്ഞ്, സ്വാർത്ഥത വെടിഞ്ഞ്, സ്വന്തം കഴിവിലുള്ള ആശ്രയത്വം വെടിഞ്ഞ് പടകിലായിരുന്ന യേശുവിൻ്റെ അടുക്കലെത്തുവാൻ, കർത്താവിനെ വിളിക്കുവാൻ, കർത്താവിനെ ഉണർത്തുവാൻ, കർത്താവിൻ്റെ ശക്തി തങ്ങളുടെ അഹങ്കാരത്തിനൊക്കെ അതീതമായിട്ട് അനുഭവിപ്പാൻ, കഴിവുകൾക്ക് അതീതമായിട്ട് അനുഭവിപ്പാൻ, യേശുവിൻ്റെ മുൻപിൽ വിനയപ്പെടുവാൻ, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ശിഷ്യന്മാർ തയ്യാറാകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് എന്ത് ചെയ്തു? കാറ്റിനെയും വെള്ളത്തിൻ്റെ ശക്തിയെയും യേശു ശാസിച്ചു, ശാന്തത വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശാന്തത വരുത്തി. ഉണ്ടായിരുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോടൊപ്പം ആയതുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഞാൻ നിങ്ങളും തയ്യാറാകുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥയെല്ലാം മാറി ശാന്തത വരുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. കാറ്റിനെയും വെള്ളത്തെയും ശാസിക്കുമ്പോൾ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അനുഭവം ശിഷ്യന്മാർ മനസ്സിലാക്കുകയാണ്. കർത്താവ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മുടെ ലോകം മുഴുവനും പ്രാണഭയത്തിലായിരിക്കുകയാണ്, അശാന്തിയുടെ മുൻപിലായിരിക്കുകയാണ്. നാം കർത്താവിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ശാന്തത വരുത്തുവാൻ കഴിവുള്ള യേശു കൂടെയുണ്ട്. യേശു നമ്മുടെ പടകിൽ തന്നെ കൂടെയുണ്ട്, അകലങ്ങളില്ല, അല്ല, കൂടെയുണ്ട്. ആ കർത്താവിനെ തിരിച്ചറിയുവാൻ നമ്മുടെ കൊച്ചു ജീവിതങ്ങൾക്കാവുമോ? ആ കർത്താവിൻ്റെ മുൻപിൽ വിനയപ്പെടുവാൻ, ആ കർത്താവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, എൻ്റെ കഴിവിലല്ല, എൻ്റെ പ്രാപ്തിയിലല്ല, എനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്കപ്പുറമായിട്ട് എൻ്റെ കർത്താവിൻ്റെ ശക്തി, കൃപ എൻ്റെ ജീവിതത്തിന് വേണം എന്ന സമർപ്പണത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അശാന്തിയെല്ലാം മാറി ശാന്തതയുടെ അവസ്ഥ കൈവരുവാൻ, ഉണ്ടായിരിക്കുന്ന പകർച്ചവ്യാധിയുടെ എല്ലാ പ്രതികൂലങ്ങളും മാറി ശാന്തിയും സമാധാനവും പുലരുന്ന നല്ല നാളിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഈ മനോഹാരിത കാണുമ്പോൾ ദൈവശക്തിയുടെയും ദൈവകൃപയുടെയും മനോഹാരിത ഒരു വിശ്വാസി തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്,
നശിപ്പിക്കുവാനല്ല, ചൂഷണം ചെയ്യുവാനല്ല, ആർത്തിയുള്ളവരായി ജീവിക്കുവാനല്ല, പിന്നെയോ തന്നിരിക്കുന്നത് തൃപ്തിയോടുകൂടെ അനുഭവിച്ച് നിലനിർത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവം തന്ന ഈ പ്രപഞ്ചത്തെ നമുക്ക് സംരക്ഷിക്കാം. അതോടൊപ്പം തന്നെ നാം ആയിരിക്കുന്ന ജീവിത പടകില കർത്താവ് കൂടെ ഉണ്ട് എങ്കിലും, കർത്താവിൽ നിന്നും അകന്നു പോയി എങ്കിൽ കർത്താവിൻ്റെ അടുക്കെ നമുക്ക് മടങ്ങി വരാം. പ്രാണഭയമെല്ലാം മാറി ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിൽ ശിഷ്യന്മാർ മുമ്പോട്ട് പോയതുപോലെ നമ്മുടെ ജീവിതങ്ങളെ നയിക്കുവാൻ ഈ ഭാഗത്തിലൂടെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 212 ഗീതം കൊയറിനോട് ചേർന്ന് പാടാം. 212 ഗീതം. നിത്യകാലപാറയേ നിന്നിൽ ഞാനൊളിക്കട്ടെ, പായും നിന്നിലാവിലെ ചോരനീരൻ പാപത്തെ നീക്കി നൽകി ശാന്തിയെ പൂർണ്ണത്രാണം നൽകുകേ. ഏറെ കണ്ണീർ വാർക്കിലും നോമ്പു നോറ്റു പാർക്കിലും പോരാ ദേവാനീതി ഞാൻ പൂർത്തിയാക്കി തീർത്തിടാൻ യേശു പാപം പോക്കുവാൻ എൻ്റെ ഏകരക്ഷകൻ. കൈക്കല്ലേതും കൂടാതെ ക്രൂശിലേക്കു ഓടുന്നേ, നഗ്നൻ ഹീനൻ ഞാൻ മുന്നേ വസ്ത്രം ഭാഗ്യം തായിന്നേ, മ്ലേച്ഛനായ ഞാൻ വന്നേ സൗഖ്യം ശുദ്ധി തായിന്നേ. ഞാൻ ഈ ഭൂവിൽ വേവുമ്പോൾ ചാവാൻ കണ്ണടയ്ക്കുമ്പോൾ മേലോകെ ഞാൻ ചെല്ലുമ്പോൾ സിംഹാസനെ കാണുമ്പോൾ നിത്യകാലപാറയേ നിന്നിൽ ഞാൻ ഒളിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ ആരാധനയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുവാനും, ഞങ്ങളുടെ പൊന്നോമന മക്കളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി, നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് ധൈര്യമായി മുമ്പോട്ട് പോകുവാനും ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത കാണുമ്പോൾ ഞങ്ങൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരായിട്ടല്ല, നശിപ്പിക്കുന്നവരായിട്ടല്ല, ആർത്തിയുള്ളവരായിട്ടല്ല, തൃപ്തിയുള്ളവരായി അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുവാൻ, ഈ പ്രകൃതിയെ നിലനിർത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്മേൽ ദൈവത്തിന്, കർത്താവിന് അധികാരമുണ്ട് എന്ന് സുവിശേഷ ഭാഗത്തിലൂടെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതമാകുന്ന പടകില് യേശുവുണ്ട്. പക്ഷേ യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഞങ്ങൾ ഒതുക്കി നിർത്താതെ പലപ്പോഴും
കർത്താവേ, ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാതെ ഞങ്ങളുടെ പണത്തിനും പ്രതാപത്തിനും കഴിവിനും സ്ഥാനമാനങ്ങൾക്കും മുൻഗണന നൽകി ഞങ്ങളുടെ ജീവിത പടക് നയിക്കുമ്പോൾ ഞങ്ങളുടെ കഴിവുകളൊക്കെ തകർത്തെറിയുന്ന, കാറ്റും ഗോളും നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ അവസ്ഥ എപ്പോഴെന്നില്ലാതെ ജീവിത പടകിലേക്ക് ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. ഈ നാളുകളിൽ ഞങ്ങളത് തിരിച്ചറിയുകയാണ്. ഒന്നുപോലെ വലിയവനും ചെറിയവനും വേദനയുടെ മുൻപിൽ നിലവിളിക്കുന്ന നാളുകളിലാണ് ഞങ്ങളായിരിക്കുന്നത്. കർത്താവേ, അങ്ങിൽ നിന്നും ഞങ്ങൾ അകന്നു പോയി എങ്കിൽ അങ്ങിലേക്ക് മടങ്ങി വരുവാൻ, അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയോടൊപ്പം ഞങ്ങളുടെ ജീവിത പടക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാണഭയത്തിൽ നിന്നും വിടുവിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ശാന്തതയും സമാധാനവും തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പകർച്ചവ്യാധിയിൽ നിന്നെല്ലാം ഞങ്ങളുടെ ദേശത്തെ കുടുംബങ്ങളെ, പൊന്നോമന മക്കളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആലയത്തിൽ പകർച്ചവ്യാധിയാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമേ, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ ക്ഷീണത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരെ ബലപ്പെടുത്തണമേ. ബലഹീനതകളെല്ലാം മാറി ധൈര്യപ്പെടുത്തണം. ആശ്വാസവും സൗഖ്യവും അവർക്ക് കൊടുക്കണമേ. ആലയത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും, ദേശത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും കർത്താവ് നൽകുന്ന സുരക്ഷിതത്വത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും കാവലും പ്രിയരേ നമ്മോടും നമ്മുടെ മാതാപിതാക്കളോടും പൊന്നോമന മക്കളോടും ജീവിതയാത്രയോടും കൂടെ ഇരുന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.